വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും പുളകമോ പീലി വീശിയാടും മാമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇല്ലന്നിറ നിറ നിറ വല്ലന്നിറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി ഇല്ലന്നിറ നിറ നിറ. ഈ സംഗീതമാണ് മണികണ്ഠന്റെ ജീവിതം. പാട്ടുകളോടുള്ള സ്നേഹവും ആവേശവും കാക്കിയണിഞ്ഞ ശേഷവും ഉപേക്ഷിക്കാനാവില്ലെന്ന നിലപാട് ജോലിസ്ഥലത്തെ മേൽജീവനക്കാരെ കൊണ്ടുപോലും അംഗീകരിപ്പിച്ചതിന് ഒരു മണികണ്ഠൻ ടച്ചുണ്ട്. അത് മണികണ്ഠന്റെ ജീവിതകഥ തന്നെയാണ്. കന്യാകുമാരി ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തെ ആര്യനാട്ടേക്ക് താമസത്തിനെത്തിയതാണ് കുടുംബം. സ്കൂളിൽ പഠിക്കുമ്പോൾ പാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ സംഗീതാധ്യാപകനായ ആര്യനാട് രാജുവിന്റെ പ്രോത്സാഹനം. കോളേജ് തലത്തിലെത്തിയപ്പോൾ സുഹൃത്തുക്കളുടെ നിർബന്ധത്തെ തുടർന്നാണ് സ്റ്റേജിൽ കയറിയത്. സദസ്സിന്റെ കൂവലിനെ തോൽപ്പിക്കുന്നതായിരുന്നു പാട്ടുകാരന്റെ മനക്കരുത്ത്. കൂവൽ കയ്യടിയായി മാറിയ നെടുമങ്ങാട് കോളേജിലെ വേദി മണികണ്ഠനെ വളർത്തുകയായിരുന്നു. ആർട്സ് ഫെസ്റ്റിവൽ മത്സരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 47 എൻ്റെ ചെസ് നമ്പർ. ലൈറ്റ് മ്യൂസിക് 1 മുതൽ 46 വരെ പാടി പലരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോളേജിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കൂവുന്ന ഒരു രസമാണല്ലോ. അങ്ങനെ ഭയങ്കര കൂവലും കാര്യമൊക്കെ ആയിരുന്നു. 47ാമത്തെ നമ്പർ വിളിച്ചു, ഞാനകത്ത് കയറി. അകത്ത് കയറിയതൊരു നല്ല കൂവലം തുടങ്ങി. നല്ല കാര്യമായിട്ടുള്ള കൂവലായിരുന്നു, ഭയങ്കര കൂവൽ. അതായത് ഒരാളിനെ കൂവി വെളിയിൽ ഇറക്കാൻ കഴിയുമെങ്കിൽ അതാണ് അവരുടെ വിജയം, അവരുടെ ഔട്ട്പുട്ട്. അന്നത്തെ ഔട്ട്പുട്ട് അതാണ്. കോളേജിലല്ലേ, രസമായിരുന്നു. പക്ഷേ ഒരുവിധമുള്ള പാട്ടുകാരൻ തകർന്നു. ആ കൂവൽ അത്ര ശക്തമാണ്. പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ഇയറാണ്. ബിരുത്തം പാടി നിർത്തിയതും കൂവലിൻ്റെ ശക്തി കുറഞ്ഞെന്ന് മാത്രമല്ല, നല്ല കയ്യടി കിട്ടി. പാട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, പാട്ട് കംപ്ലീറ്റ് ചെയ്തു. നല്ല കയ്യടിയായിരുന്നു, വളരെ നല്ല കയ്യടിയായിരുന്നു. വൈകുന്നേരം 7 മണിയായപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്തു. ഫസ്റ്റ് പ്രൈസ്. യൂണിവേഴ്സിറ്റി യുവജനോത്സവ മത്സരങ്ങളിൽ ജി വേണുഗോപാൽ, KS ചിത്ര അടക്കമുള്ളവരുടെ സമകാലികനായി മത്സരിച്ചു. കാട്ടക്കട ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ പഠനത്തിനിടെ ലളിതഗാനത്തിൽ ലഭിച്ച പുരസ്കാരം ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കുന്നതിലേക്ക് ഗായകനെ ഉയർത്തി. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം, കണ്ണിനു കണ്ണായൊരുണ്ണിക്കു തിരുമുമ്പിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം. തിരുവനന്തപുരം സരിഗ ഓർക്കസ്ട്രയിലൂടെ അങ്ങനെ ഗാനമേള സ്റ്റേജുകളിലേക്കുള്ള വഴികളും തുറക്കുകയായിരുന്നു. ഇതേ കാലയളവിൽ പാലൽ കോളേജ് അധ്യാപകനുമായി. സ്ഥിരവരുമാനത്തിനു വേണ്ടിയുള്ള അന്വേഷണമാണ് CRPF ജോലിയിലേക്ക് എത്തിച്ചത്. കലാപ്രവർത്തനങ്ങൾക്ക് വിഘ്നം വരുമെന്ന ആശങ്കയോടെ 1990 ഡിസംബറിൽ ഗായകൻ കാക്കിയണിയാൻ ഡൽഹിയിൽ വണ്ടിയിറങ്ങി. പ്രതീക്ഷിച്ച പോലെ കലാപ്രവർത്തനം പെട്ടിയിലായി. 6 വർഷം പാട്ടുപെട്ടി തുറക്കാനായില്ല. അങ്ങനെ മദ്രാസിലേക്കൊരു സ്ഥലം മാറ്റം തരപ്പെടുത്തി. മദ്രാസിലേക്ക് 6 വർഷത്തിന് ശേഷം മദ്രാസിലേക്ക് ഒരു ട്രാൻസ്ഫർ ചോദിച്ചു വരുമായിരുന്നു. അവിടുത്തെ അയ്യപ്പ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടു. മലയാളികൾ സംഘാടകരായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ ഭജന പാടി തുടങ്ങി. ആ വർഷം തന്നെ ഞാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു ഗാനമേള ചെയ്യാനുള്ള താല്പര്യമുണ്ട്, ഞാൻ ഗാനമേള ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അവരങ്ങനെ ഇപ്പോൾ ഭജന പാടിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പാട്ടുകാരനാണ്, പാടും. പക്ഷേ ഒരു പ്രൊഫഷണൽ ഗാനമേള ഇവിടെ വന്നിട്ടുണ്ട്, മദ്രാസിലൊക്കെ വന്നിട്ട് അവൻ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ അത് ബിൽഡപ്പ് ചെയ്ത് എടുക്കും. ഒരു പ്രോഗ്രാമൊക്കെ കൊടുത്തിട്ട് നോട്ടീസിലൊക്കെ പബ്ലിഷ് ചെയ്ത് പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഇവൻ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും മൂവ്മെൻറ്റ് പോയാൽ അതൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ അവരെന്തായാലും പറഞ്ഞു, ശരി തൽക്കാലം നമ്മളൊരു ഗാനമേള ചെയ്യാനുള്ള ഫിനാൻസ് തരാം, മറ്റേ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് അവിടെയുള്ള അറിയാമെന്നുള്ള ഓർക്കസ്ട്രക്കാരെ തപ്പി ഒരാളെ കിട്ടും. പിന്നെ അടുത്ത് പിന്നെ എല്ലാവരെയും ലിങ്ക് ചെയ്ത് കിട്ടും. ഒരുവരൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം റെഡിയാക്കി പ്രോഗ്രാം നടന്നു. നല്ലൊരു പ്രോഗ്രാം. അവിടെ നിന്ന് മലയാളികൾ, തമിഴന്മാർ, തെലുങ്ക്, ഈ 3 ഏരിയയിലുള്ള ആൾക്കാരാണ്, 3 സംസ്ഥാനങ്ങളിലെ ആൾക്കാരാണ് കൂടുതലും ആ ഏരിയയിലുണ്ടായിരുന്നത്. അവിടെ നല്ലൊരു പരിപാടി നടത്തി. ഈ പരിപാടി കാണാൻ വേണ്ടി ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥനുൾപ്പെടെ എൻ്റെ സഹപ്രവർത്തകരെ കുറച്ച് പേരെ വിളിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷണൽ ഗാനമേള വെളിയിൽ നിന്ന് കാണുന്ന വ്യക്തിക്ക്
അസൂയ തോന്നും, പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ചും CRPF കൂടെ ഉള്ളവർ. ഞാൻ അവിടെ പോയി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചെന്ന് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കിയത്. മദ്രാസിൽ നിന്നും ഡൽഹിയിലേക്ക് തിരികെ വണ്ടി കയറുമ്പോൾ എന്തു വന്നാലും കലാജീവിതം ജോലിക്കൊപ്പം തുടരണമെന്ന നിശ്ചയദാർഢ്യം മണികണ്ഠന്റെ മനസ്സിലുണ്ടായിരുന്നു. CRPF ക്യാമ്പ് വിട്ട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ദിൽഷാദ് ഗാർഡനിൽ താമസമാക്കിയ ശേഷം 1999 പ്രണവം ഓർക്കസ്ട്ര എന്നൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി. ഡൽഹിയിലെങ്ങും പിന്നീട് നിരവധി വേദികളാണ് അദ്ദേഹത്തിനായി തുറന്നു കിട്ടിയത്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവറ്റില തിന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, തനതിന്ത താനതിന്ത തിന്തിന്നോ, താനിന്ന താനതിന്ത തിന്തിന്നോ, താനതിന്ത താനതിന്ത തിന്തിന്നോ, താനിന്ന താനതിന്ത തിന്തിന്നോ. മണ്ഡലകാലത്തും മറ്റും ക്ഷേത്രങ്ങളിൽ ഭജന പാടിയും മലയാളികൾക്കിടയിൽ അദ്ദേഹം പ്രശസ്തനായി. എന്നാൽ ജോലിസ്ഥലത്ത് കാര്യങ്ങൾ അത്ര രസകരമായിരുന്നില്ല. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അപ്രീതി നിഴൽ പോലെ പിന്തുടർന്നു. സംഗീതത്തിന് യാതൊരു പരിഗണനയുമില്ലാത്ത കേന്ദ്രസേനയാണ് CRPF. എന്നാൽ സംഗീതം കൊണ്ടുതന്നെ ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി പിടിച്ചുപറ്റി അദ്ദേഹം. തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. ഉത്രാടപ്പൂനിലാവിനെ കവി വിളിക്കുന്നത് ഈ പാവപ്പെട്ടവരുടെ, അത്തപ്പൂക്കളം വിടാൻ മുറ്റമില്ലാത്തവരുടെ, ആഹാരം ഇല്ലാതെ വയറൊട്ടി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് വരാനാണ് പറയുന്നത്. ഒരു ഓണപ്പാട്ട് എന്നുള്ള അർത്ഥതലത്തിലല്ലാതെ അതിനൊരു സാമൂഹിക പ്രതിബദ്ധത ആ വരികൾ കൊണ്ട്, ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം പാട്ടുകളുണ്ട് മലയാളത്തിൽ. പക്ഷേ ഒരു ഗായകൻ അതിനെ വീണ്ടും ഗാനമേള വേദികളിലോ മറ്റേതെങ്കിലും ഷോകളിലൊക്കെ പാടുമ്പോൾ ഗായകന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ സാമൂഹിക പ്രതിബദ്ധത ഓഡിയൻസിനെ ശ്രദ്ധിപ്പിക്കുന്ന തരത്തിൽ പറയാം. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് മെസ്സേജായിട്ട് എടുക്കും. പിന്നീട് CRPF നോർത്തേൺ സെക്ടറിന്റെ കലാവിഭാഗം കോർഡിനേറ്റർ വരെയായി. നിലവിൽ വസീറാബാദിലുള്ള CRPF ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്ററിൽ സബ് ഇൻസ്പെക്ടറാണ്. ഭാര്യ മിനിയും മക്കളായ പാർവതിയും ഉമയും അടങ്ങിയ സന്തുഷ്ട കുടുംബം. കുട്ടികളുടെ നൃത്തവും പാട്ടുമടക്കമുള്ള കലാപ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് പിന്തുണ നൽകിയും ഇദ്ദേഹം രംഗത്തുണ്ട്.